ഹായ്, നമ്മൾ റിലേഷൻ ഫങ്ഷൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 4th ക്ലാസ് ആണ് റിലേഷൻ ഫങ്ഷൻസിൻ്റെ. സോ കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ റിലേഷൻ എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ റിലേഷൻ ഫങ്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. 1 എന്തുവാണ്, മെനി ടു 1 എന്തുവാണ്, ഓൺ ടു എന്തുവാണ്, ഇൻ ടു എന്തുവാണ്. ഇപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. സോ 1 ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് പ്രീ ഇമേജസ് ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ്, അതിനാണ് നമ്മൾ 1 എന്ന് പറയുന്നത്. ഓൺ ടു എന്ന് പറഞ്ഞാൽ എല്ലാ ഇമേജിനും ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. സോ ഇവിടെ ചോദ്യം നമ്മളൊന്ന് നോക്കാം. ലെറ്റ് n ബി ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ n എടുത്തേക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ്. ഫംഗ്ഷൻ എന്തോ പറഞ്ഞേക്കുന്നത് നോക്കി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. അതായത് ഞാൻ എന്തെടുക്കുന്നു അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം. സെറ്റ് എടുക്കേണ്ടത് പ്രീ ഇമേജസ് എടുക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിനാണ്, ഇമേജസ് എടുക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിനാണ്. പ്രൂവ് ചെയ്യേണ്ടത് 1 ആണ്, ഓൺ ടു അല്ല. ഒന്നുകൂടെ നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നതെന്ന്. n സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് ഞാൻ എന്താ എടുക്കുന്നു അതിനെ ഒന്ന് ആഡ് ചെയ്യണം. എടുക്കേണ്ടത് നാച്ചുറൽ നമ്പേഴ്സാണ്, കിട്ടേണ്ടതും നാച്ചുറൽ നമ്പേഴ്സിനാണ്. അത് 1 ആണ്, ഓൺ ടു അല്ല. ഇതാണ് ഞാൻ പ്രൂവ് ചെയ്യേണ്ടത്. സോ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യുവാണ്. 1 ഇവിടെ പ്രൂവ് ചെയ്യാം. സോ 1 ഇപ്പം ഞാൻ പറയുന്ന മെത്തേഡിൽ തന്നെ നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യും. സ്റ്റാൻഡേർഡ് ഫോമാണ്. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ലെറ്റ് x1, x2 ബിലോങ്സ് ടു n. ഈ n ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡൊമൈനാണ്. സോ 2 എലിമെൻറ്റ്സ് x1 ഉം x2 എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്, ഡൊമൈനിൽ നിന്നാണ്. എന്നിട്ട് കൺസിഡർ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അതായത് ഞാൻ 2 എലിമെൻറ്റ്സ് എടുത്ത് x1, x2 പ്രീ ഇമേജസ് ആണെങ്കിൽ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അതായത് എഫ് ഓഫ് x1 എന്ന ഇമേജും എഫ് ഓഫ് x2 എന്ന ഇമേജും ഈക്വൽ ആണെന്ന് എടുത്തു. ഇപ്പോൾ അതിൻ്റെ പ്രീ ഇമേജസ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യും. എങ്ങനെ? എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എഫ് ഓഫ് x1 x പ്ലസ് 1. അപ്പോൾ എഫ് ഓഫ് x1 ആവും x1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാലോ എഫ് ഓഫ് x1 x പ്ലസ് 1 ആണെങ്കിൽ എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് 1. സോ ഈ പ്ലസ് 1 പ്ലസ് 1 എന്താ ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് വന്നു? x1 ഇസ് ഈക്വൽ ടു, അതായത് പ്രീ ഇമേജസ് ഈക്വൽ ആണെന്ന് എടുത്തു. എന്നിട്ട് എന്തോ പ്രൂവ് ചെയ്തു? പ്രീ ഇമേജസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇതാണ് പ്രൂവ് ചെയ്യുന്ന രീതി. എഫ് ഈസ് 1. ഒന്നുകൂടെ പറയാം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ, ഡൊമൈനിൽ നിന്ന് 2 എലിമെൻറ്റ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇമേജസ് ഈക്വൽ ആണെന്ന് എടുക്കും. ഇമേജസ് ഈക്വൽ ആണെന്ന് എടുത്തിട്ട് പ്രീ ഇമേജസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. കാരണം 1 ഡെഫിനിഷൻ എന്തുവാണ്? ഡിഫറെൻറ്റ് പ്രീ ഇമേജസ് ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ്. സിമിലർലി സെയിം പ്രീ ഇമേജസ് ആണെങ്കിലോ സെയിം ഇമേജ് ഉണ്ടാവും. സോ ഈ സെയിം ഇമേജിൽ നിന്ന് എടുത്തു, സെയിം പ്രീ ഇമേജിൽ നിന്ന് പ്രൂവ് ചെയ്തു. ഇതാണ് 1 എന്ന് പ്രൂവ് ചെയ്യുന്ന രീതി. ഓൺ ടു എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്? ഓൺ ടു പറഞ്ഞാൽ എന്താണ്? ഇമേജിൽ കോഡൊമൈനിൽ ഒരു എലിമെൻ്റ് ഉണ്ടെങ്കിൽ അതിന് എല്ലാത്തിനും ഒരു പ്രീ ഇമേജ് ഉണ്ടാവണം. സോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ലെറ്റ് y ബിലോങ്സ് ടു n. ഇവിടെ y ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ നിന്നാണ്, ഡൊമൈൻ കോഡൊമൈനിൽ. സോ ലെറ്റ് y ബിലോങ്സ് ടു n. കോഡൊമൈനിൽ നിന്ന് ഒരു എലിമെൻ്റ് എടുത്തു. കോഡൊമൈനിലുള്ളതെല്ലാം ഇമേജുകളല്ലയോ. സോ ഇമേജിനെ എങ്ങനെ സൂചിപ്പിക്കുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y. ഇത് പ്രീ ഇമേജ് ആണ്, എക്സ് പ്രീ ഇമേജ് ആണ്. എഫ് ഓഫ് എക്സ് വരുമ്പോൾ ഇമേജായി മാറും. സോ കോഡൊമൈനിലെ ഒരു എലിമെൻ്റ് എടുത്തു, അത് എക്സിൻ്റെ പ്രീ ഇമേജാണെന്ന് കരുതി. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് എടുക്കണം. എടുത്തിട്ട് എഫ് ഓഫ് എക്സിനെ എന്ത് പറയും? എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്തുവാണ്? y മൈനസ് 1. ഇത് does not belongs to natural numbers. x is equal to y minus 1 does not belongs to natural number എന്ന് പറയാൻ കാരണം ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ പറ്റിയാലും അത് പറ്റും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് y is equal to 1. ഞാൻ ഇമേജ് ആയിട്ട് എടുത്തത് 1 ആണ്. അപ്പോൾ y 1 ആണെങ്കിൽ x is equal to എന്തോ 1 minus 1. അതെന്തുവാണ്? 0. അത് എവിടെ ഇല്ല? എക്സ് പ്രീ ഇമേജ് അല്ലേ.
എക്സ് സീറോ ആവണം. എക്സ് ഒരിക്കലും നാച്ചുറൽ നമ്പേഴ്സ് സീറോ ആവത്തില്ല. സോ ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ്. ഒന്നുകൂടെ പറയാം. നോക്കി ഓൺ ടു എങ്ങനെ പ്രൂവ് ചെയ്തതെന്ന്. ഓൺ ടു പ്രൂവ് ചെയ്യുന്നത് ഒരു ഇമേജ് എടുക്കുക, വൈ ഡൊമൈനിന് എടുക്കുക, കോഡൊമൈനിന് എടുക്കുക, വൈ കോഡൊമൈനിന് എടുത്തു. വൈ കോഡൊമൈൻ ആയതുകൊണ്ട് ഇമേജ് ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് എടുത്തു വൈ. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൈ. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വൈ? വൈ മൈനസ് വൺ. അതായത് വൈ ഇമേജ് ആണെങ്കിൽ എക്സ് അതിനെക്കാട്ടി ഒന്ന് കുറവായിരിക്കും. വൈ ഇമേജ് ആണെങ്കിൽ അതിൻ്റെ പ്രീ ഇമേജ് ഒന്ന് കുറവായിരിക്കും. സോ ഞാൻ വൈ വൺ ആയിട്ട് എടുത്ത പ്രീ ഇമേജ് എന്തോ സീറോ. അതെവിടെ കാണത്തില്ല? നാച്ചുറൽ നമ്പറിൽ കാണത്തില്ല. വൈ എന്ന ഇമേജിന് ഒരു പ്രീ ഇമേജ് ഇല്ല. വൈ വൺ ആണെങ്കിൽ അതിനൊരു പ്രീ ഇമേജ് കാണത്തില്ല. Therefore, F is not on. എന്നൊക്കെ പറയാം. വൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് പ്രീ ഇമേജസ് ആവും, ഡിഫറെൻറ്റ് ഇമേജസ്. അത് പ്രൂവ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കി. രണ്ട് എലിമെൻറ്റ് ഡൊമൈനിൽ നിന്ന് എടുക്കണം, എന്നിട്ട് അതിൻ്റെ ഇമേജ് ഈക്വൽ ആണെന്ന് എടുക്കും. എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അതിൻ്റെ പ്രീ ഇമേജ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യും. എങ്ങനെ? എക്സ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു പ്ലസ് വൺ. പ്ലസ് വൺ ക്യാൻസൽ ആവും. അപ്പോൾ എക്സ് വൺ ഇസ് ഈക്വൽ ടു എക്സ് ടു. സോ ഇമേജസ് ഈക്വൽ ആണെന്ന് എടുത്തു, പ്രീ ഇമേജ് ഈക്വൽ ആണ് വൺ. സോ എഫ് ഈസ് വൺ. ഓൺ ടു പ്രൂവ് ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കി. ഞാൻ കോഡൊമൈനിൽ നിന്ന് ഒരു എലിമെൻറ്റ് എടുക്കണം, വൈ. അത് പ്രീ ഇമേജ് ഉണ്ട്, അതിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് എന്ന് എടുത്തു. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വൈ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വൈ മൈനസ് വൺ. അതായത് വൈ എന്നൊരു ഇമേജിന് പ്രീ ഇമേജ് ഒന്ന് കുറവായിരിക്കും, വൈ മൈനസ് വൺ ആയിരിക്കും. വൈ ഫോർ എക്സാമ്പിൾ വൺ എടുത്താലോ എക്സ് എന്തുമായിരിക്കും? വൺ മൈനസ് വൺ സീറോ. സീറോ നാച്ചുറൽ നമ്പർ ഇല്ല. അതായത് എക്സ് സീറോ ആവണം. എക്സ് സീറോ ആവണമെങ്കിൽ നാച്ചുറൽ നമ്പർ ഉണ്ടാവണം. എക്സ് സീറോ നാച്ചുറൽ നമ്പർ ഇല്ല. ദിർഫോർ എഫ് ഈസ് നോട്ട്. അതായത് വൈ കോഡൊമൈനിലുണ്ടാവണം, എക്സ് ഡൊമൈനിലുണ്ടാവണം. ഈ രണ്ട് സിറ്റുവേഷൻ മനസ്സിൽ കാണാം. സോ വൈ കോഡൊമൈനിൽ നിന്ന് എടുത്താൽ വണ്ണ്, എക്സ് ഡൊമൈനിലില്ല, അതുകൊണ്ട് അത് എന്തുമല്ല, ഓൺ ടു അല്ല. സോ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കിയേ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ. അതായത് ഞാൻ ഫംഗ്ഷനിലോട്ട് കൊടുക്കുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, കിട്ടുന്നത് നാച്ചുറൽ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊരു വൈറ്റൽ പോയിന്റ് ആണ്. നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നത്, എവിടെയാണ് കൊടുക്കുന്നത്. ഗിവൻ ബൈ, അതിൻ്റെ പ്രവൃത്തി എന്തുവാണ്? ഞാൻ എന്ത് കൊടുത്താലും അത് 2 ടൈംസ് ആക്കും. അതായത് 2 കൊടുത്താൽ 4 ആക്കി തരും, 4 ആക്കി തരുന്നത് 8. അങ്ങനെയാണ് അതിൻ്റെ പ്രവൃത്തി. അത് 1 ആണ് പ്രൂവ് ചെയ്യണം, ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. സോ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഞാൻ എവിടെ നിന്നാണ് എടുക്കുന്നത്, ഏത് സെറ്റിൽ നിന്നാണ് എടുക്കുന്നത് എലിമെൻറ്റ് പ്രീ ഇമേജ് ആയിട്ട്, എന്തുവാണ് എനിക്ക് കിട്ടുന്നത് ഇമേജ് ആയിട്ട്, അത് രണ്ടും നാച്ചുറൽ നമ്പർ ആയിരിക്കണം. പ്രവൃത്തി എന്തുവാണ്? ഞാൻ കൊടുക്കുന്നത് 2 ടൈംസ് ആക്കും. അത് 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, 1 നോക്കാം. എങ്ങനെയാണ്? ഡൊമൈനിൽ നിന്ന് 2 എലിമെന്റ് എടുക്കാൻ പറഞ്ഞു. സെയിം ലെറ്റ് x1, x2 ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. സോ ഞാൻ നാച്ചുറൽ നമ്പർ തന്നെ എടുക്കണം. എന്നിട്ട് എന്താ പറയും? അതിൻ്റെ ഇമേജസ് ഈക്വൽ ആണെന്ന് എടുക്കും. എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. സോ നിങ്ങളുടെ പ്രവൃത്തി എന്താണ്? ഫംഗ്ഷൻ എന്ത് കൊടുത്താലും അത് 2 ടൈംസ് ആക്കും. എക്സ് കൊടുത്താൽ 2x ആക്കും, y കൊടുത്താൽ 2y ആക്കും. അപ്പോൾ x1 കൊടുത്താലോ 2x1 ആക്കും. അതേപോലെ x2 കൊടുത്താലോ 2x2 ആക്കും. 2 എന്തായി? ക്യാൻസൽ ആയി. അപ്പോൾ x1 ഇസ് ഈക്വൽ ടു x2. സോ ഇവിടെ കൊടുത്ത ഇമേജസ് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണ്. അതിൻ്റെ പ്രീ ഇമേജസ് എന്തുവാണ്? x1 ഇസ് ഈക്വൽ ടു x2. ഈക്വൽ ആയതുകൊണ്ട് എഫ് ഈസ് എന്തോ 1 1. ഓൺ ടു ആവുമെന്ന് നോക്കാം. ഓൺ ടു എവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞേ? കോഡൊമൈനിൽ നിന്ന് ഒരു എലിമെന്റ് എടുക്കണം. സോ ഞാൻ എന്തെടുത്തു? ലെറ്റ് y ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ കോഡൊമൈൻ. എന്നിട്ട് എക്സ് എവിടെ നിന്ന് എടുക്കണം? ഡൊമൈനിൽ നിന്ന് എടുക്കണം. കോഡൊമൈൻ. സോ കോഡൊമൈനിൽ നിന്ന് y എടുത്തു, ഡൊമൈനിൽ നിന്ന് എക്സ് എടുത്തു. അപ്പോൾ 2 നാച്ചുറൽ നമ്പർ ആവണം. ഓക്കെ, എന്നിട്ട് എന്തോ പറയും? ഡൊമൈനിൽ നിന്ന് എക്സ് എടുത്തുകൊണ്ട് കോഡൊമൈനിൽ വരുന്നത് എഫ് ഓഫ് എക്സ് ആയിരിക്കും. പക്ഷെ അത് എന്തോ ഈക്വൽ ആണെന്ന് എടുക്കാം, വൈക്ക് ഈക്വൽ ആണെന്ന് എടുക്കാം. അതായത് എക്സ് ഡൊമൈനിൽ നിന്ന് എടുത്തു, സോ അതിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അത് ഞാൻ എന്തോ ഈക്വലായി കോഡൊമൈനിൽ നിന്ന് എടുത്ത് വൈക്ക് ഈക്വൽ ആണെന്ന് എടുക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2x ഇസ് ഈക്വൽ ടു വൈ.
അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്തുമായി വൈ ബൈ ടു. എക്സ് ഫ്രാക്ഷൻ രീതി വരും. നാച്ചുറൽ നമ്പർ ഫ്രാക്ഷൻ നമ്പർ വരുമോ? വരത്തില്ല. അപ്പോൾ എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എക്സ് എന്ന് പറഞ്ഞാൽ വൈ ബൈ ടു ആണ്. അതായത് 1 കൊടുത്താൽ 1/2 വരും. 1/2 നാച്ചുറൽ നമ്പർ ഇല്ല. 3 കൊടുത്താൽ 3/2 വരും. അത് നാച്ചുറൽ നമ്പർ ഇല്ല. 5 കൊടുത്താൽ 5/2 വരും. സോ ഫ്രാക്ഷൻസ് നാച്ചുറൽ നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഡൊമൈനിൽ എല്ലാത്തിനും കോഡൊമൈനിലുള്ള എല്ലാ എലിമെന്റ്സിനും പ്രീ ഇമേജ് ഇല്ല. അതായത് നമ്മൾ എക്സാമ്പിൾ നാച്ചുറൽ നമ്പേഴ്സ് എടുത്താൽ എഫ് ഓഫ് എക്സ് 2x ആണ്. ഇതാണ് അതിൻ്റെ പ്രവൃത്തി. സോ 1 2 3 4 ഇങ്ങനെയാണ് പോകുന്നത്. സോ നിങ്ങൾ 1 കൊടുത്താൽ എന്ത് കിട്ടും? 2. 2 കൊടുത്താൽ 4. 3 കൊടുത്താൽ 6. ഇങ്ങനെയാണ് പോകുന്നത്. എൻ്റെ അർത്ഥം നോക്കിയേ, 1ന് പ്രീ ഇമേജ് ഇല്ല. കാരണം എന്താ? 1ന്റെ പ്രീ ഇമേജ് 1/2 ആവും. നാച്ചുറൽ നമ്പർ ഇല്ല. 3ക്ക് പ്രീ ഇമേജ് ഇല്ല. റീസൺ 3 കൊടുത്താൽ 3 വരണമെങ്കിൽ ഇവിടെ 3/2 ആവണം. 5ക്ക് പ്രീ ഇമേജ് ഇല്ല. കാരണം 5/2 വരും. സോ ഈ എലിമെന്റ്സിന് പ്രീ ഇമേജ് ഇല്ലാത്തതുകൊണ്ട്, എല്ലാത്തിനും പ്രീ ഇമേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് നോട്ട് ഓൺ ടു ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഈ ഡൊമൈനിലുള്ള എല്ലാ സെറ്റിനും ഒരു പ്രീ ഇമേജ് ഉണ്ടാവും. സോ 1ന് പ്രീ ഇമേജ് 1/2 ആണ്. അതില്ല. അതാണ് ഇവിടെ ഫ്രാക്ഷൻസ് വരുന്നത് ചില സാഹചര്യം. 3ക്ക് പ്രീ ഇമേജ് എന്താണ്? 3/2 ഫ്രാക്ഷൻ ആണ്. 2ന്റെ ഹാഫ് 1 വരുന്നുണ്ട്. 4ന്റെ ഹാഫ് 2, 6ന്റെ ഹാഫ് 3 വരുന്നുണ്ട്. സോ എല്ലാത്തിനും വരാത്തത് കൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. നെക്സ്റ്റ് ചോദ്യം നോക്കാം. സോ നെക്സ്റ്റ് നോക്കിയേ, മൂന്നാമത്തെ ചോദ്യം. ചെക്ക് ദ ഇൻജക്ടിവിറ്റി. ഇൻജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. ആൻഡ് സർജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഓൺ ടു ആണ്. ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് എഫ് ഫ്രം n to n given by f of x is equal to x square. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം തരുമ്പോൾ ഏത് സെറ്റിന് ഏത് സെറ്റിലോട്ടാണ് ഫംഗ്ഷനെ മാപ്പ് ചെയ്തേക്കുന്നത് നോക്കണം. രണ്ടാമത്തത് അതിൻ്റെ പ്രവൃത്തി എന്ന്. ഈ രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എഫ് എന്തുവാണ് പറഞ്ഞേക്കുന്നത്? നാച്ചുറൽ നമ്പർ ടു നാച്ചുറൽ നമ്പർ. ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? എക്സ് സ്ക്വയർ. എന്ത് കൊടുക്കുന്നു? അതിന് സ്ക്വയർ ആണ്. സോ നമുക്ക് 1 1 ആണോ നോക്കാം. സോ 1 1 എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? ഡൊമൈനിൽ നിന്ന് 2 എലിമെന്റ് എടുക്കണം. സോ ലെറ്റ് x1, x2 belongs to natural number. സോ 2 എലിമെന്റ് എടുത്ത് x1, x2 belongs to natural number. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ അതിന്റെ ഇമേജസ് ഈക്വൽ ആണെന്ന് എടുക്കാം. എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2. സോ അതിന്റെ ഇമേജസ് ഈക്വൽ ആണ്. ഇപ്പൊ അതിന്റെ പ്രീ ഇമേജസ് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. സോ പ്രവൃത്തി എന്തുവാണ്? ഞാൻ എന്ത് കൊടുക്കുന്നു അതിനെ അത് സ്ക്വയർ ആക്കും. സോ x1 കൊടുത്താലോ x1 സ്ക്വയർ ആക്കും. x2 കൊടുത്താൽ x2 സ്ക്വയർ ആക്കും. സോ ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ, സോ ആവേശത്തോടെ രണ്ട് വശത്തും സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ റൂട്ട് എടുക്കാൻ പാടില്ല. കാരണം ഇവിടെ 4 ഓപ്ഷൻസ് ആണ്. x1 x2 ഏത് ടൈപ്പ് നമ്പേഴ്സ് ആണ് അറിയാത്തത് കൊണ്ട് 4 ഓപ്ഷൻസ് വരും. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലസ് x1 is equal to പ്ലസ് x2 വരാം, മൈനസ് x1 is equal to മൈനസ് x2 വരാം, പ്ലസ് x1 is equal to മൈനസ് x2, മൈനസ് x1 is equal to പ്ലസ് x2. അങ്ങനെ 4 ഓപ്ഷൻസ് വരും. ഈ 4ഉം ചെക്ക് ചെയ്തതിന് പകരം സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്യാതെ നമുക്ക് നോക്കാം. എങ്ങനെയാ? ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ എന്തോ x1 സ്ക്വയർ മൈനസ് x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ is equal to 0. ഇതിപ്പോ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന മോഡൽ അല്ലയോ? ഫോർമുല എന്താണ്? a പ്ലസ് b ഇൻറ്റു a മൈനസ് b is equal to 0. So x1 plus x2 into x1 minus x2 is equal to 0. ഇതിപ്പോ 2 എലിമെന്റ്സ് മൾട്ടിപ്ലൈ ചെയ്ത 0 വരണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എന്തോ ആണ്, ഉറപ്പായിട്ടും 0 ആണ്. അതായത് x1 plus x2, x1 minus x2 2 നമ്പേഴ്സ് ആണെങ്കിൽ ഈ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 വരണമെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും ഒന്ന് എന്തോ ആവണം, 0 ആണ്. സോ ഈ രണ്ടില് x1 plus x2 0 ആവണം, അല്ലെങ്കിൽ x1 മൈനസ് x2 0 ആണ്. ഇതൊരിക്കലും 0 ആവത്തില്ല. റീസൺ എന്താണ്? 2 നാച്ചുറൽ നമ്പേഴ്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് നോക്കി ആഡ് ചെയ്താൽ 0 വരുമോ? ഒരിക്കലും വരത്തില്ല. നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ 0 വരത്തില്ല. സോ x1 plus x2 എപ്പോഴും എന്തോ ആവത്തില്ല, 0 ആവത്തില്ല. അപ്പോൾ ഈ ഓപ്ഷൻ ഇല്ല. അപ്പോൾ പിന്നെ ഓപ്ഷൻ എന്തോ ഉള്ളത്? x1 മൈനസ് x2 is equal to എന്തോ ആവണം, 0 ആവണം. അപ്പോൾ x1 മൈനസ് x2 0 ആണെങ്കിൽ x1 is equal to എന്തോ ആയി?
സോറി x1 is equal to x2. ഞാൻ പ്രൂവ് ചെയ്തല്ലോ, ഇമേജസ് ഈക്വൽ ആണെന്ന് എടുത്തു, അതിൻ്റെ പ്രീ ഇമേജസ് ആയ x1 x2 ഈക്വൽ ആണ് പ്രൂവ് ചെയ്തു. സോ f is 1 1. സോ ഇവിടെ സെറ്റ് മാറിയിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ മാറിയത്. ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് ഒരിക്കലും രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ 0 ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് ഇത് നോക്കേണ്ട ആവശ്യം. ഓൺ ടു പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെയിം എങ്ങനെ, y ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. ഏതാ നാച്ചുറൽ നമ്പർ? കോഡൊമൈൻ. x എവിടെ നിന്ന് എടുക്കണം? ഡൊമൈനിൽ നിന്ന് എടുക്കണം നാച്ചുറൽ നമ്പർ. സോ y കോഡൊമൈനിൽ നിന്ന് എടുത്തു, x ഡൊമൈനിൽ നിന്ന് എടുത്തു. സോ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. സോ എക്സ് ആണ് പ്രീ ഇമേജ് എങ്കിൽ ഇമേജ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ്. അതിനെ എന്തോന് തുല്യമാക്കാം? വൈക്ക് തുല്യമാക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാലോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ. അപ്പൊ എക്സ് എന്തുമായിരിക്കും? റൂട്ട് വൈ. ഇതിന്റെ മീനിങ് എന്തുവാണ്? വൈ എന്നൊരു ടേം ഇമേജ് നാച്ചുറൽ നമ്പറിൽ ഉണ്ടെങ്കിൽ അതിന്റെ പ്രീ ഇമേജ് അതിന്റെ റൂട്ട് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എല്ലാത്തിനും റൂട്ട് ഉണ്ടാവണം. നോക്കി, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത എല്ലാ എലിമെന്റ്സിനും റൂട്ട് ഉണ്ടോ? എല്ലാ എലിമെന്റ്സിനും റൂട്ട് ഇല്ല. വണ്ണിന്റെ സ്ക്വയർ ചെയ്ത 1, 2യുടെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ ഇവിടെ അങ്ങനെ 9. ഇങ്ങനല്ലേ പോകുന്നത്? അതിൻ്റെ അർത്ഥം നോക്കിയേ, 1ന് സ്ക്വയർ ചെയ്താൽ 1, അതായത് 1ന്റെ റൂട്ട് എടുത്താൽ 1 കിട്ടും, 4ന് റൂട്ട് എടുത്താൽ 2 കിട്ടും, 9ന് റൂട്ട് എടുത്താൽ 3 കിട്ടും. 2ന് റൂട്ട് ഉണ്ടോ ഇവിടെ? ഇല്ല. 3ക്ക് റൂട്ട് ഇല്ല, 5ക്ക് റൂട്ട് ഇല്ല, 6ന് 7. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 നാച്ചുറൽ നമ്പർ ഉണ്ടെങ്കിൽ എൻ്റെ പ്രീ ഇമേജ് റൂട്ട് 2 നാച്ചുറൽ നമ്പറിൽ ഇല്ല. സോ ഡസ് നോട്ട് ബിലോങ്സ് ടു n. ഒരു കണ്ടീഷൻ, ഒരു എലിമെന്റ് പോലും പ്രീ ഇമേജ് ഇല്ലാതെ വന്നാൽ അതിനെ നമ്മൾ ഓൺ ടു എന്ന് പറയത്തില്ല. ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത എല്ലാത്തിനും പ്രീ ഇമേജസ് കാണത്തില്ല. ഡൊമൈനിൽ, കോഡൊമൈനിൽ പെർഫെക്റ്റ് സ്ക്വയർസിൽ മാത്രമേ ഇമേജ് കാണത്തുള്ളൂ, വേറെ ഒന്നിനും പ്രീ ഇമേജ് കാണത്തില്ല. സോ ഇതെന്തല്ല നാച്ചുറൽ നമ്പർ അല്ലാത്തത് കൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. ഒന്നുകൂടെ പറയാം, ഇതിനകത്ത് സംശയം നമുക്ക് ഇവിടെ മാത്രമേ വരത്തുള്ളൂ. എന്തുവാണ് ചെയ്യുന്ന രീതി? സെയിം ആണ്. ഡൊമൈനിൽ നിന്ന് രണ്ട് എലിമെന്റ് എടുത്തു, നാച്ചുറൽ നമ്പർ x1, x2 ബിലോങ്സ് ടു n. അതിന്റെ ഇമേജസ് എന്തുമായിരിക്കും? എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പം പ്രവൃത്തി എന്തുവാണ്? ഞാൻ എന്ത് കൊടുക്കുന്നത്? സ്ക്വയർ ആക്കും. സോ x1 കൊടുത്തപ്പോൾ x1 സ്ക്വയർ ആക്കി, x2 കൊടുത്തപ്പോഴോ x2 സ്ക്വയർ ആയി. സാധാരണ സ്ക്വയർ മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ഓർ മൈനസ് x1 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2. ഇങ്ങനെയല്ലേ വരുന്നത്? ഇവിടെ 4 ഓപ്ഷൻസ് വർക്ക്ഔട്ട് ചെയ്യണം. രണ്ടും പ്ലസിലെടുത്ത് നോക്കണം, രണ്ടും മൈനസിലെടുത്ത് ചെക്ക് ചെയ്യണം. ഒരു പ്ലസ്, ഒരു മൈനസ്, ഒരു മൈനസ്, ഒരു പ്ലസ്, അങ്ങനെ 4 ഓപ്ഷൻസ് വർക്ക്ഔട്ട് ചെയ്യണം. 4 കേസ് ചെക്ക് ചെയ്യണം. അതിന് പകരം ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞത്? ഈ പ്ലസ് x2 സ്ക്വയറിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പം എന്തായി? മൈനസ് x2 സ്ക്വയർ. അതിൻ്റെ അർത്ഥം x1ന്റെ സ്ക്വയറും x2യുടെ സ്ക്വയറും 0 ആവണം. ഈ സാഹചര്യം വരുന്നത് രണ്ട് രീതി വരാം. അപ്പം ഇതിന് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയതുകൊണ്ട് എന്തോ എടുക്കാം? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരണം. അതിനർത്ഥം ഏതെങ്കിലും ഒന്ന് 0 ആവണ്ടേ? അപ്പോൾ x1 പ്ലസ് x2 0 ആവണം, അല്ലെങ്കിൽ x1 മൈനസ് x2 0 ആവണം. ഇതൊരിക്കലും എന്താവത്തില്ല? x1 പ്ലസ് x2 ഒരിക്കലും 0 ആവത്തില്ല. രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഒരിക്കലും 0 വരത്തില്ല. 1 പ്ലസ് 2 ഏതെങ്കിലും കേസ്, ഈ ഒരു കേസും രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ ഒരിക്കലും 0 എന്ന സംഭവം വരത്തില്ല. സോ ഇതില്ല ചാൻസ്. അപ്പോൾ എന്താ ചാൻസ്? x1 മൈനസ് x2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ x1 ഇസ് ഈക്വൽ ടു x2. സോ ഇമേജസ് ഈക്വൽ ആയി, അപ്പോൾ 3 ഇമേജസ് ഈക്വൽ ആയി. Therefore f is 1 1. ഓൺ ടു പ്രൂവ് ചെയ്യുന്നത് എങ്ങനെ? ഡൊമൈനിൽ നിന്ന് ഒരു എലിമെന്റ് എടുക്കണം x, കോഡൊമൈനിൽ നിന്ന് ഒരു എലിമെന്റ് എടുക്കണം y. സോ എക്സിന്റെ പ്രീ ഇമേജ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിനെ ഞാൻ വൈക്ക് ഈക്വൽ ആക്കി. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. അപ്പോൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായി? വൈ. എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് വൈ. അതായത് ഇമേജ് വൈ ആണെങ്കിൽ പ്രീ ഇമേജ് അതിന്റെ റൂട്ട് ആയിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കി, എല്ലാത്തിനും റൂട്ട് ഉണ്ടോ എന്ന് നോക്കി. നാച്ചുറൽ നമ്പേഴ്സ് 1ന്റെ പ്രീ ഇമേജ് റൂട്ട് 1 ഉണ്ട്, 2യുടെ പ്രീ ഇമേജ് റൂട്ട് 2 അതില്ല, 3യുടെ പ്രീ ഇമേജ് റൂട്ട് 3. ഇവിടുന്ന് ആലോചിച്ച് പോകണം ഇങ്ങോട്ട്. 1ന്റെ ഇമേജ് 1 ഇമേജ് ആണെങ്കിൽ പ്രീ ഇമേജ് റൂട്ട് 1 ഉണ്ട്, 2യുടെ റൂട്ട് 2 ഇല്ല, 3ക്ക് റൂട്ട് 3 ഇല്ല,
4ന് റൂട്ട്. സോ ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാൻ പറ്റിയാൽ മതി. ഡൊമൈനിൽ കോഡൊമൈനിൽ ഒരു എലിമെന്റ് ആണ് 2 നാച്ചുറൽ നമ്പർ, അതിന് പ്രീ ഇമേജ് √2 ഇല്ല, അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. നെക്സ്റ്റ് നോക്കാം. സോ നാലാമത്തെ ചോദ്യം നോക്കിയേ. സെയിം, ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യവും ഇതുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ ഡൊമൈനും കോഡൊമൈനും മാറ്റി. സെയിം ചോദ്യം, ഫംഗ്ഷന്റെ പ്രവൃത്തി സെയിം ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x², അതേ പ്രവൃത്തിയാണ്. പക്ഷെ മുമ്പേ എടുത്ത എന്തായിരുന്നു, നാച്ചുറൽ നമ്പേഴ്സ് എടുത്ത് ഡിഫൈൻ ചെയ്യാൻ നോക്കി, ഇപ്പം ഇന്റിജേഴ്സ് എടുത്ത് ഡിഫൈൻ ചെയ്യാൻ നോക്കുവാണ്. സോ നമുക്ക് ചെക്ക് ചെയ്യാം. സെറ്റ് മാറുമ്പോൾ ചോദ്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം. 1 1 എങ്ങനെയാണ് രണ്ട് എലിമെന്റ് ഡൊമൈനിൽ നിന്ന് എടുക്കണ്ടേ? സോ നോക്കാം. ലെറ്റ് x1, x2 belongs to z. ഇവിടുന്ന് രണ്ട് എലിമെന്റ് എടുത്തു. അതിന്റെ ഇമേജ് ഈക്വൽ ആവണ്ടേ? എഫ് ഓഫ് x1 ഇമേജ് ഈക്വൽ ആണെന്ന് എടുക്കണം. എഫ് ഓഫ് x1 is equal to എഫ് ഓഫ് x2 ഈക്വൽ ആണെന്ന് എടുത്തു. സോ x1 square is equal to സെയിം x2 square. ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാലോ? x1 square minus x2 square is equal to 0. സെയിം. ഇത് a square minus b square ആണെങ്കിലോ? a plus b into a minus b is equal to 0. a plus b into a minus b is equal to 0. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് 0 ആവണ്ടേ? അതായത് ഒന്നിൽ x1 plus x2 0 ആവണം, അല്ലെങ്കിൽ x1 minus x2 is equal to 0. ഈ കേസ് 0 ആവാൻ സാധ്യത ഉണ്ടോ? നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇല്ല, പക്ഷേ ഇന്റിജേഴ്സ് ആണെങ്കിൽ ഉണ്ട്. +2ഉം -2 എടുത്ത് നോക്കി 0 വരും. ഇന്റിജേഴ്സ് ആയതുകൊണ്ട് -2 എടുക്കാം. +3 -3 0 വരാം. സോ x1 plus x2 0 ആവാൻ ഇന്റിജേഴ്സിൽ സാധ്യതയുണ്ട്, പക്ഷെ നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. സോ x1 plus x2 is equal to 0 എടുക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? x1 is equal to എന്തോ ആവും? -x2 ആവാം. x1 is equal to -x2. ഈ കേസിലോ x1 is equal to എന്തുവാണ്? സോ നിങ്ങൾ ഇമേജസ് ഈക്വൽ ആണെന്ന് എടുത്തപ്പം പ്രീ ഇമേജസ് രണ്ട് കേസിൽ ഈക്വൽ ആയി. ഒന്നിൽ x1 -x2 ഈക്വൽ ആവും, അല്ലെങ്കിൽ x1 x ഇങ്ങനെ വരാൻ പാടില്ല. ഒരെണ്ണേ വരാവും, ഇത് മാത്രമേ വരാവൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ വരാവൂ. പക്ഷെ ഈ രണ്ടും വരാൻ പാടില്ല. സോ x1 x2 ഈക്വൽ ആണെന്ന് പറയുന്നത്, അതായത് x1 എന്തോനൊക്കെ ഈക്വൽ ആണ്? ± x2. അതായത് ഇമേജസ് ഈക്വൽ ആണെങ്കിൽ പ്രീ ഇമേജസ് രണ്ടെണ്ണം വരുന്നുണ്ട്. സോ ഇങ്ങനെ വന്നാൽ എഫ് ഈസ് നോട്ട് 1 1. എന്തുകൊണ്ട്? ഇമേജസ് ഈക്വൽ ആവണമെങ്കിൽ പ്രീ ഇമേജസും ഈക്വൽ ആവണം. പക്ഷെ ഇവിടെ ഇമേജസ് ഈക്വൽ ആണ്, പക്ഷെ പ്രീ ഇമേജസ് രണ്ടെണ്ണത്തിന് ഈക്വൽ ആണ്. എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഈക്വൽ ആകുമ്പോൾ x1 plus x2 ഈക്വൽ ആവുന്നുണ്ട്, x1 minus x2 ഈക്വൽ ആണ്. അങ്ങനെ വരാൻ പാടില്ല. പ്രീ ഇമേജസ് ഈക്വൽ ആണെങ്കിൽ പ്രീ ഇമേജസ് ഈക്വൽ ആവണം. ഇവിടെ ഈക്വൽ അല്ല. x1 x2 ഈക്വൽ അല്ല, x1 plus x2 ഈക്വൽ ആണ്, -x2 ഈക്വൽ ആണ്. സോ എഫ് ഈസ് നോട്ട് 1 1. ഓൺ ടു നോക്കി. അതായത് ഇതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ 1 1 ആവത്തില്ലെന്ന് പറയാൻ കാരണം നമുക്ക് നോക്കാം. 1 1 അല്ലാത്ത ആരോ ഡയഗ്രാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിന്റെ പ്രവൃത്തി എന്താണ്? സ്ക്വയർ അല്ലയോ? -2 സ്ക്വയർ 4 ആണ്, 2 സ്ക്വയർ 4 ആണ്. ഓക്കെ, -2നും -2 ഇമേജ് 4 ആണ്, 2 ഇമേജ് 4 ആണ്. അതായത് ഡിഫറെന്റ് പ്രീ ഇമേജസ് ഹാവ് സെയിം ഇമേജ്. അങ്ങനെ വന്നാൽ അത് എന്തോ അല്ല, 1 1 അല്ല. 1 1 എന്താണ്? ഡിഫറെന്റ് ഇമേജസ് ഹാവ് ഡിഫറെന്റ് പ്രീ ഇമേജസ് ഹാവ് ഡിഫറെന്റ് ഇമേജസ്. ഇവിടെ -2 ഇമേജും 4 ആണ്, 2 ഇമേജും 4 ആണ്. അതാണ് ± x2 എന്ന് പറയുന്നത്. -2ഉം +2നും സെയിം ഇതാണ് വരുന്നത്. അതുകൊണ്ടാണ് എഫ് എന്തോ അല്ല, 1 1 അല്ല. ഓൺ ടു ആണെന്ന് നോക്കി. ഓൺ ടു രണ്ടെണ്ണം എടുക്കണ്ടേ? ലെറ്റ് x belongs to നാച്ചുറൽ നമ്പർ ഡൊമൈനിൽ നിന്ന് എടുത്തു, സോറി ഇന്റിജർ എടുത്തു. y belongs to z കോഡൊമൈൻ രണ്ടും എടുത്തു.
എന്നിട്ട് എന്തോ എടുക്കും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇതിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ആണ്, വൈ ആണ് ഇവിടെ ഇമേജ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണ് എടുക്കാം. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈ. എക്സ് ഇസ് ഈക്വൽ ടു എന്തുവായി? റൂട്ട് വൈ. ഇന്റിജറിലും റൂട്ട് വരത്തില്ല. സോ ഡസ് നോട്ട് ബിലോങ്സ് ടു z. സെയിം. അപ്പോൾ എന്ത് പറയാം, therefore f is not on to. എക്സ് കിട്ടുന്നത് ഡൊമൈനിലുണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. എക്സ് നമുക്ക് ഏത് ഒരു ഫോമിൽ കിട്ടുമല്ലോ, ആ ഫോം ഡൊമൈനിലുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഉണ്ടെങ്കിൽ ഓൺ ടു ആണ്, ഇല്ലെങ്കിൽ ഇല്ല. സോ എഫ് ഈസ് നോട്ട് ഓൺ ടു. സോ മുമ്പത്തെ സെറ്റ് മാറ്റിയാൽ ചോദ്യം മാറിപ്പോവും. അതനുസരിച്ച് ഫംഗ്ഷൻ എന്തും ആയിക്കോട്ടെ, നമ്മൾ എടുക്കുന്ന സെറ്റ് മാറിയാൽ പ്രോബ്ലം ചെയ്യുന്ന രീതി മാറിപ്പോവും. സോ ഇപ്പം ഇതുവരെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് സോൾവ് ചെയ്ത് നോക്കിയത്. 1 എന്തുവാണ്, ഓൺ ടു എന്തുവാണ്. സോ ഇനിയും സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ്. ഇത് സിഗ്നം ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ്, അല്ലെങ്കിൽ തിരിച്ചും പറയാം എക്സ് ബൈ മോഡ് എക്സ്. സോ ഈ ഫംഗ്ഷന്റെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ പ്ലസ് 1 പഠിച്ചതാണ്. സോ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. എഫ് ഓഫ് എക്സ് ഇതിന്റെ പ്രവൃത്തി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കൊടുക്കുന്നത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ എനിക്ക് -1 ആയിരിക്കും തരുന്നത്. ഞാൻ കൊടുക്കുന്നത് 0 ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് 0 തന്നെ ആയിരിക്കും. ഞാൻ പ്രീ ഇമേജ് ആയിട്ട് കൊടുക്കുന്നത് പോസിറ്റീവ് 0യെക്കാട്ടി കൂടുതലാണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. സോ ചോദ്യത്തിനകത്ത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. അതായത് നിങ്ങൾ ഏത് നെഗറ്റീവ് നമ്പർ കൊടുത്താലും -1 ആയിരിക്കും ഇമേജ്. നിങ്ങൾ 0 കൊടുത്താൽ 0 കിട്ടും. ഏത് പോസിറ്റീവ് നമ്പർ കൊടുത്താലും ഇമേജ് എന്താണ് 1. സോ നമുക്കിവിടെ 1 ഓൺ ടു എക്സാമ്പിൾ വെച്ച് പ്രൂവ് ചെയ്യാം. സിമ്പിളായിട്ട് പറയാം. ഓക്കെ, ലെറ്റ് 2, 3 ബിലോങ്സ് ടു R. ഈ രണ്ടിനകത്തുള്ളതല്ലോ. സോ ഇവിടെ പ്രീ ഇമേജസ് ഡിഫറെൻ്റ് ആണ്, 2ഉം 3ഉം. പക്ഷേ എഫ് ഓഫ് 2 എന്തോന്ന് പറയാമോ? എഫ് ഓഫ് 2 പോസിറ്റീവ് നമ്പറാണ്, ഇമേജ് എന്തുവാണ് 1. എഫ് ഓഫ് 3യോ പോസിറ്റീവ് നമ്പറാണ്, അപ്പോഴും 1 കിട്ടത്തുള്ളൂ. അതായത് നിങ്ങൾ പോസിറ്റീവ് നമ്പർ എന്ത് കൊടുത്താലും അത് ഇമേജ് ആയിട്ട് തരുന്നത് 1 ആണ്. സോ ഞാൻ 2 കൊടുത്തപ്പോഴും 1 തന്നു കിട്ടി, 3 കൊടുത്തപ്പോഴും എനിക്ക് കിട്ടിയ എന്താണ് 1. അതിൻ്റെ അർത്ഥം എന്താണ്? എഫ് ഓഫ് 2 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 3. പ്രീ ഇമേജുകൾ ഈക്വൽ ആണ്, പക്ഷെ പ്രീ ഇമേജുകളോ? സോ ഇമേജസ് ആർ സെയിം, പക്ഷെ പ്രീ ഇമേജസ് ഡിഫറെന്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? എഫ് ഈസ് നോട്ട് 1. കാരണം എന്തുവാ? നമ്മുടെ 1ന്റെ ഡെഫിനേഷൻ പ്രീ ഇമേജസ് സെയിം ആണെങ്കിൽ ഇമേജസും സെയിം ആവണം. പ്രീ ഇമേജസ് ഡിഫറെന്റ് ആണെങ്കിൽ ഇമേജസും ഡിഫറെന്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെ ഇമേജസ് സെയിം ആണെന്ന് വന്നു, പ്രീ ഇമേജസ് ഡിഫറെന്റ് ആണ്. സോ ഇതുകൊണ്ട് 1 എഫ് എന്തോ അല്ല, 1 അല്ല. ചോദ്യം ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഞാൻ റിയൽ നമ്പേഴ്സ് ആണ് എടുക്കുന്നത്. നെഗറ്റീവ് നമ്പർ കൊടുത്താൽ -1 തരും, 0 കൊടുത്താൽ 0 തരും. പോസിറ്റീവ് നമ്പേഴ്സ് കൊടുത്താലോ 1 ആണ് തരുന്നത്. സോ ഞാൻ 2ഉം 3 രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എടുത്താൽ അതെനിക്ക് തരുന്നത് എന്തുവാണ്? 2 കൊടുത്താൽ 1 തരും, 3 കൊടുത്താലും 1. അതായത് ഇമേജസ് സെയിം ആണ്, പക്ഷെ പ്രീ ഇമേജസോ ഡിഫറെൻ്റ് ആണ്. സോ എഫ് ഈസ് നോട്ട് 1. ഓൺ ടു നോക്കി ഞാൻ ആരോ ഡയഗ്രാം വെച്ച് ചെയ്തുതരാം. ഞാൻ റിയൽ നമ്പേഴ്സിൽ എല്ലാം എടുക്കുന്നില്ല, ഇൻറ്റിജേഴ്സ് മാത്രം എടുത്താൽ പോലും നോക്കി. ഇത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. സോ മൈനസ് നെഗറ്റീവ് നമ്പർ എന്ത് കൊടുത്താലും എന്ത് കിട്ടും? -1. -2 കൊടുത്താലും -1, -1 കൊടുത്താലും ഇതെല്ലാം എന്തൊരു മാപ്പ് ആവും. ഇതിനിടയ്ക്ക് വരുന്ന സംഖ്യകളെല്ലാം 1നെ മാപ്പ് ആവത്തുള്ളൂ. 0 കൊടുത്താലോ 0. പോസിറ്റീവ് നമ്പർ എന്ത് കൊടുത്താലും 1നെ മാപ്പ് ആവും. അതായത് കോഡൊമൈനിൽ -1ന് പ്രീ ഇമേജസ് ഉണ്ട്, 0ക്ക് പ്രീ ഇമേജ് ഉണ്ട്, 1ന് പ്രീ ഇമേജ് ഉണ്ട്, ബാക്കി ഒന്നിനും പ്രീ ഇമേജ് ഇല്ല. സോ ഇതെന്തോ അല്ല, ഓൺ ടു അല്ല. നമ്മുടെ ഡെഫിനിഷൻ എന്താണ് ഓൺ ടു? ഇമേജുകൾക്ക് എല്ലാത്തിനും പ്രീ ഇമേജ് ഉണ്ടാവണം. ഇവിടെ ഉള്ള എല്ലാ എലിമെന്റ്സും പ്രീ ഇമേജിനുണ്ടോ? ഇല്ല. -1നെ ഉള്ളൂ, 0ക്ക് ഉണ്ട്, 1ന് പ്രീ ഇമേജ് ഉണ്ട്, ബാക്കി ഒരു എലിമെന്റ് ഇല്ല. സോ ഇതിങ്ങനെ പറയാം. അല്ലെങ്കിൽ നമുക്കറിയാം ഓൺ ടു ഡെഫിനിഷൻ വേറെ ഒരു രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണ്. ഇവിടെ കോഡൊമൈൻ എന്തുവാണ്? കോഡൊമൈൻ റിയൽ നമ്പറാണ്. റേഞ്ചോ 3 എലിമെന്റ്സേ വരത്തുള്ളൂ. -1, 0, 1. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ ഓൺ ടൂല് കോഡൊമൈൻ കംപ്ലീറ്റ് സെറ്റ് റേഞ്ചും ഈക്വൽ ആണ്. കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയാൽ ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. ഇവിടെ കോഡൊമൈനും റേഞ്ച് എന്തോ അല്ല, കോഡൊമൈൻ ഈസ് നോട്ട് ഈക്വൽ ടു റേഞ്ച്. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. സോ നമ്മൾ ചെയ്ത മോഡലൊന്നും മാറ്റിയിട്ടില്ല. ഈ സ്പെഷ്യൽ ഫംഗ്ഷൻസ് മാത്രം എക്സാമ്പിൾസ് എടുത്ത് ചെയ്തതേ ഉള്ളൂ. സോ ഇങ്ങനെയാണ് 1, 1 ഓൺ ടു പ്രൂവ് ചെയ്യുന്നത്.